എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെയോ ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കും എന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് വിദ്യാർത്ഥികളുടെ BA അബ്സൊല്യൂട്ട് റിസൾട്ടുകൾ മാത്രമാണ് പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളത്. 2019 മുതൽ 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ BA അബ്സൊല്യൂട്ട് റിസൾട്ടുകൾ മാത്രമാണ് പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളത്. ബാക്കി എല്ലാ റിസൾട്ടുകളും റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് വിദ്യാർത്ഥികളുടെയും HDE വിദ്യാർത്ഥികളുടെയും എല്ലാ റിസൾട്ടുകളും പ്രസിദ്ധീകരിച്ചു. എന്നാൽ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് വിദ്യാർത്ഥികളുടെ BA അബ്സൊല്യൂട്ട് റിസൾട്ടുകൾ മാത്രമാണ് ഇനിയും പ്രസിദ്ധീകരിക്കാൻ ബാക്കി നിൽക്കുന്നത്. ആ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. ഇനി BA അബ്സൊല്യൂട്ട് റിസൾട്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തുകൊണ്ടാണ് BA റിസൾട്ടുകൾ ഇത്ര വൈകുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു വ്യക്തമായൊരു കാരണം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാലും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാകും. റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ആ പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എക്സാമിനേഷൻ റിസൾട്ട്സ്. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് CUCSS 3rd സെമസ്റ്റർ എക്സാം നവംബർ 2024 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് BA അബ്സൊല്യൂട്ട് റിസൾട്ട്സ് പബ്ലിഷ്ഡ്. ഒന്നുകൂടെ പറയാം. CUCSS 3rd സെമസ്റ്റർ എക്സാം നവംബർ 2024 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് BA അബ്സൊല്യൂട്ട് റിസൾട്ട്സ് പബ്ലിഷ്ഡ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. റിസൾട്ട് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. റിസൾട്ട് വന്നാൽ വിദ്യാർത്ഥികൾക്ക് അത് ഉടനെ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് ഇത് പബ്ലിക്കായി എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. 3rd സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് BA അബ്സൊല്യൂട്ട് റിസൾട്ടുകൾ മാത്രമാണ് ഇനി വരാൻ ബാക്കി നിൽക്കുന്നത്. BA അബ്സൊല്യൂട്ട് റിസൾട്ടുകൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വരുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.